ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 75 ഹോട്ട് ടോപ്പിക്സിന്റെ 19ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാൻ നിങ്ങളെ ഹെൽപ്ഫുൾ ചെയ്യുന്ന വീഡിയോസും ക്ലാസ്സുകളുമാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ജോഗ്രഫിയും അതേപോലെ തന്നെ UNO അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമാണ്. ഒത്തിരിയധികം നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നും പഠിച്ച് സെറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇത് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് പോയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളാരും പിന്നെ പോയി അത് രണ്ടാമത് കാണാനായിട്ടൊന്നും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിച്ച് സെറ്റാക്കി റിവിഷൻ എന്നുള്ള ലെവലിൽ നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി, ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റായിരിക്കും. നമുക്ക് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് UNO കുറിച്ചാണ്. അപ്പോൾ UNO മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലോകരാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്ത് സഹകരണം പരിപോഷിപ്പിക്കുന്നതിനും രൂപീകരിച്ച സംഘടനകളെയാണ് അന്തർദേശീയ സംഘടനകൾ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അന്തർദേശീയ സംഘടന എന്ന്. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്ത് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചതെന്ന് പറയുന്നത്. സംഘടനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് അന്തർദേശീയ സംഘടനകള് ഒന്ന് എന്ന് പറയുന്നത് അന്തർ ഗവൺമെന്റ് സംഘടനയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് അന്തർ ഗവൺമെന്റ് സംഘടന. ഓക്കെ, ഇനി എന്താണ് ഗവൺമെന്റ് ഇതര സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇതര സംഘടനകളുമാണ്. ഓക്കെ, അപ്പോൾ അന്തർദേശീയ സംഘടന എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ലോകരാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്ത് സഹകരണം പരിപോഷിപ്പിക്കുന്നതിനും രൂപീകരിച്ച സംഘടനയാണ് അന്തർദേശീയ സംഘടന. അന്തർദേശീയ സംഘടനയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെയാണ് അന്തർ ഗവൺമെന്റ് സംഘടന. ഫോർ എക്സാമ്പിൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇതര സംഘടന എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പാർട്ട്. അതിൻ്റെ അകത്ത് ഉദാഹരണമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അന്തർദേശീയ സംഘടനയുടെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു രാജ്യത്ത് തനിയെ പരിഹരിക്കാൻ കഴിയാതെ വരുന്ന പല പ്രശ്നങ്ങളും രാജ്യങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. ഇത്തരം സന്ദർഭങ്ങളിൽ അന്തർദേശീയ സംഘടനകളാണ് എന്ത് ചെയ്യുന്നത്? വളരെയധികം ഗുണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം ചിലപ്പോൾ ആ രാജ്യം തന്നെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതാപനം ചെറുക്കല്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു കറണ്ട് അഫയേഴ്സിൽ വരെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ശരിക്കും ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ അതിലേക്ക് സംഭാവനകൾ നടത്തി അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ കേരളം വരെയും അതിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഏറ്റവും വലിയ സംഭാവനയായിരുന്നു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി അതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അന്തർദേശീയ സംഘടനകളുടെ ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം ചെറുക്കൽ, അതേപോലെ തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങളും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അതേപോലെ തന്നെ ഈ പറയുന്ന മെഡിസിനൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ പറയുന്ന മറ്റു രാജ്യങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് അന്തർദേശീയ സംഘടനയുടെ ആവശ്യകത എന്ന് പറയുന്നത്. നമുക്കതിലെ ഫസ്റ്റ് കാര്യത്തിലേക്ക് പോവാം. സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത് മക്കളെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ്
വേഴ്സായി ഉടമ്പടി 1919. ഉടമ്പടിയുടെ ഫലമായി രൂപീകൃതമായ സംഘടനയാണ് ശരിക്കും ഏതെന്ന് പറയുന്നത് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തി ആരാന്ന് PSC ചോദിച്ചേണ്ട. അതിന്റെ ഉത്തരമാണ് ആര്? വൂഡ്രോ വിൽസൺ. 14 നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട പാരീസ് അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് എന്നാണെന്നും PSC ചോദിച്ചിട്ടുണ്ട്. അത് 1918 ജനുവരി 8-നാണ് 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട പാരീസ് അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. ഇനി സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമസംഹിത ഒപ്പുവെച്ചത് അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1919 ജൂൺ 28-നാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമസംഹിത ഒപ്പുവെച്ചത് എന്നാണ്. 1919 ജൂൺ 28 സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10-നാണ്. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? അമേരിക്കയാണ് സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യമാണ് ഏത്? അമേരിക്ക എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ലീഗ് ഓഫ് നേഷൻ അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരുന്നു വേഴ്സായി ഉടമ്പടി 1919 എന്ന് പറയുന്നത്. വേഴ്സായി ഉടമ്പടിയുടെ ഫലമായി രൂപീകൃതമായ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏത്? വൂഡ്രോ വിൽസൺ. 14 നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട പാരീസ് അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് 1918 ജനുവരി 8. 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ വൂഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ നിയമസംഹിത ഒപ്പുവെച്ചത് 1919 ജൂൺ 28-നാണ്. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത് എന്നാ ചോദിച്ചാൽ ജനീവയിൽ വെച്ചാണ് 1920 ജനുവരി 26. ലീഗ് ഓഫ് നേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വൂഡ്രോ വിൽസൺ തന്നെയാണ്. എന്ത്? ഈ പറയുന്ന ലീഗ് ഓഫ് നേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വൂഡ്രോ വിൽസൺ. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം നമുക്കറിയാം ജനീവയാണ്. PSC ചോദിക്കാറുണ്ട്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടനയെ അറിയപ്പെടുന്ന പേരാണ് കവനന്റ് എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയില് കവനന്റ് എന്നറിയപ്പെടുന്നത് ഏതിന്റെ ഭരണഘടനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നതാണ് കവനന്റ് എന്ന പേരില്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ സെക്രട്ടറി ജനറൽ ആണ് ജെയിംസ് ഐറിക് ഡ്രമ്മണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ആയിരുന്നത് സീൻ ലെസ്റ്റർ എന്ന് പറയുന്ന അയർലൻഡുകാരനാണ്. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നതിന് മുൻപ് സാർവദേശീയ സമാധാനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന സംഘടനയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുമ്പോൾ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് USA, USSR, ജർമ്മനി എന്നീ പ്രബല ശക്തികൾ സഖ്യത്തിന്റെ ഭാഗമായിരുന്നില്ല എന്നത് തന്നെയാണ് ഇത് തകരാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ തടയാനും കഴിഞ്ഞില്ല. സഖ്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സൈന്യം ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് ഇത് തകരാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചോ, ഒരു മാർക്ക് നമുക്ക് ഇതിന്റെ അന്ന് കിട്ടുന്നതായിരിക്കും. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാം ലോക യുദ്ധാനന്തരം രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയമാണ് ശരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുന്നോട്ടേക്ക് വെച്ചത്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഈ ഒരു പേര്, അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചേക്കണ ചോദ്യമാണ്. ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ച മക്കളെ, അതാണ് ഇത് നിങ്ങളുടെ ലോകം. UN ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ദീപാവലിയാണ്. UN പോസ്റ്റൽ സർവീസ് ഫോർ എവർ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവവും ഏത് തന്നെയാ? ദീപാവലി തന്നെയാണ്. ഓക്കെ, ഇനി UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കാണ്. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോ. UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോസ്റ്റാറിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. എന്താണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്താണ് ചോദിച്ചാൽ, ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിച്ച എന്താണ് സർവ്വരാജ്യ സഖ്യം, അതായത് ലീഗ് ഓഫ് നേഷന്റെ പരാജയം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധം ഒഴിവാക്കാനും ലോക സമാധാനത്തിനും വേണ്ടി യത്നിക്കുന്നതിനും ലോക ജനത ആഗ്രഹിച്ചു. രണ്ടാം ലോക യുദ്ധകാലത്ത് രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ നടന്ന ചർച്ചകളും അതേപോലെ തന്നെ കൂടിയാലോചനകളും യുദ്ധാനന്തരം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി അറ്റ്ലാന്റിക് ചാർട്ടർ. എന്നാ നടന്നതെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ അത് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കന്മാര് ചോദിച്ചിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസെന്റ് ചർച്ചിലും ചേർന്നാണ് ഒപ്പുവെച്ചത്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി നമ്മൾ പറഞ്ഞു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അത് 1942 വാഷിങ്ടണിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കേട്ടോ ഈ പേര് എന്ത് ചെയ്തത്? നിർദ്ദേശിച്ചത്. അതേപോലെ തന്നെ എന്താണ് UN ചാർട്ടർ രൂപം നൽകിയ സമ്മേളനം എന്ന് വെച്ചാൽ വാഷിങ്ടൺ DC ആണ് 1944. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ചിലപ്പോൾ PSC ചോദിക്കാറുണ്ട്, അത് തായ്വാനാണ്. ഓക്കെ, UN അംഗമായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരം 29ാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ 29ാമത്തെ രാജ്യമാണ്. ഇനി 51ാമത്തെ അംഗമായി ഒപ്പുവെച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് പോളണ്ട് ആണ്. യോഗത്തിൽ പങ്കെടുക്കാതെ ആദ്യമായിട്ട് അംഗമായി മാറിയ രാജ്യം ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം UN അത് പോളണ്ട് ആണ്. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം നമുക്കറിയാം, ഇളം നീല നിറമാണ് അതിന്റെ പതാകയുടെ നിറം എന്ന് പറയുന്നത്. 2 ഒലിവ് ജില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം എന്ന് പറയുന്നത്. ഇളം നീല പശ്ചാത്തലത്തിൽ വെളുത്ത UN ചിഹ്നം പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അതേപോലെ ഗിന്നസ് റെക്കോർഡിനനുസരിച്ച് ലോകത്തെ ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര തയ്യാറാക്കിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഐക്യരാഷ്ട്രസഭയിലെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാന്ന് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫ്രസ്ക എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പറഞ്ഞതാണ്. ഫ്രസ്ക എന്ന് വെച്ചാൽ ഏതൊക്കെയാ? ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്, ഇതിനെയാണ് ഫ്രസ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പൊതുവായി 6 ഘടകങ്ങളാണ് നിലവിലുള്ളത്. ആ 6 ഘടകങ്ങളും എന്നും PSCക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ്. ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്? പൊതുസമിതി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതുസഭ. ഓക്കെ, പൊതുസഭ എന്ന് പറഞ്ഞാൽ ദ ജനറൽ അസംബ്ലി എന്നതാണ് അതിന്റെ ഇംഗ്ലീഷ്. പൊതുസഭ, ജനറൽ അസംബ്ലി. അപ്പോൾ 6 ഘടകങ്ങളാണ് ഉള്ളത്. അതിൻ്റെത് ഒന്നാമത്തെയാണ് പൊതുസഭ അല്ലെങ്കിൽ എന്താണ് അതർവൈസ് നോൺ ആസ് ദ ജനറൽ അസംബ്ലി. അടുത്തതാണ് രക്ഷാസമിതി. രക്ഷാസമിതി അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ സെക്യൂരിറ്റി കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് രക്ഷാസമിതി. അടുത്തതാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. സാമ്പത്തിക സാമൂഹിക സമിതി, ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, അടുത്തതാണ് എന്ത്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ തന്നെ. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് അടുത്തത്. എന്താണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അടുത്തതാണ് എന്ത്? സെക്രട്ടേറിയറ്റ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെക്രട്ടേറിയറ്റ് തന്നെ. ഓക്കെ, നിലവിലിപ്പോ 5 ഘടകങ്ങൾ മാത്രമാണ് കേട്ടോ നിലവിലുള്ളൂ. ഓക്കെ, അപ്പൊ 6 ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ്? നിലവിൽ 5 ഘടകങ്ങൾ മാത്രമാണ് നിലവിൽ എന്ത് ചെയ്യുന്നുള്ളൂ? UN ഇപ്പൊ നിലവിൽ എന്താണ്? പൊതുവായി
5 ഘടകങ്ങളാണ് നിലവിലുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പൊതുസഭ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. എന്താണ് പൊതുസഭ? ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും പൊതുസഭയിൽ അംഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ നമ്മളിപ്പോ അംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം അംഗമാണ്, അതുകൊണ്ട് തന്നെ അവരെന്താണ്? പൊതുസഭയിൽ അംഗങ്ങളാണ്. UNOയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ പൊതുസഭയാണ്. ലോക പാർലമെന്റ് എന്ന വിശേഷണമുള്ള UN ഘടകമാണ് പൊതുസഭ. UN കാര്യവിചാരണ സഭ, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനയാണ് പൊതുസഭ. ഐക്യരാഷ്ട്രസഭയുടെ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യമുള്ള ഏക ഘടകം എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന UN അംഗമായിട്ടുള്ള എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരേ ഒരു സഭയുള്ളൂ. അതാണ് ഏതെന്ന് പറയുന്നത്? പൊതുസഭ. പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്ക് ആണ്. പുതിയ രാഷ്ട്രങ്ങൾക്ക് അംഗത്വം നൽകുന്നതും ഈ പറയുന്ന പൊതുസഭയാണ്. ഓരോ അംഗരാജ്യത്തിനും പൊതുസഭയിലേക്ക് അയക്കാവുന്ന പ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. UN പൊതുസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കുവാൻ വേണ്ട ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷമാണ്. ഇനി പൊതുസഭ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏത് ഭാഷയിലും UN പൊതുസഭയിൽ പ്രസംഗിക്കാവുന്നതാണ്. നമുക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്ന സഭയാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഇനി UN നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നതും പൊതുസഭ തന്നെയാണ്. ബജറ്റിന്റെ നിയന്ത്രണം പൊതുസഭയിൽ നിക്ഷിപ്തമാണ്. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പൊതുസഭ സമ്മേളിച്ചിരിക്കണം. പൊതുസഭയിലെ പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ്. ഇനി UN പൊതുസഭ ആദ്യ പ്രസിഡന്റാണ് പോൾ ഹെൻറി സ്പാക്ക് ബെൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് UN പൊതുസഭയിലെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റായത് പൊതുസഭയിൽ. ഇനി ബാലാവകാശങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടായത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1989. കുട്ടികൾക്കായുള്ള ലോക ഉച്ചകോടി ന്യൂയോർക്കിൽ നടന്നത് 1990. ഇനി നമുക്കറിയാം, ഇത്രയും കാര്യങ്ങളൊക്കെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ പൊതുസഭയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. UN പൊതുസഭയിലെ പ്രധാന കമ്മിറ്റികൾ 6 എണ്ണമാണെന്നുള്ളത് ഒന്ന് ഓർത്തു വച്ചോ. അതേപോലെ തന്നെ ഈ പൊതുസഭയിലെ UN പൊതുസഭയിലെ നിലവിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതിൻ്റെ ഉത്തരമാണ് 193 പേരാണ് UN പൊതുസഭയിലെ നിലവിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 193 ആണ്. ഓക്കെ, ഇനി നമുക്ക് രക്ഷാസമിതിയെ കുറിച്ച് പഠിക്കാം. എന്താണ് രക്ഷാസമിതി? രക്ഷാസമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 15 പേരാണ്. 5 സ്ഥിരാംഗങ്ങളും അതേപോലെ 2 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന 10 താൽക്കാലിക അംഗങ്ങളുമാണ് നിലവിൽ നമ്മുടെ ഈ രക്ഷാസമിതിയിലുള്ളത്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് ചൈന ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്, ബ്രിട്ടൻ, USA. ഇത്രയാണ് UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരത്തെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. രക്ഷാസമിതി അധ്യക്ഷന്റെ കാലാവധി 1 മാസമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യനിർവഹണ വിഭാഗമാണ് ശരിക്കും രക്ഷാസമിതി എന്ന് പറയുന്നത്. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ വേണ്ട വോട്ടുകളുടെ എണ്ണം 9 ആണ്. അതായത് സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായും നേടിയിരിക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഈ പറയുന്ന താൽക്കാലിക മെമ്പേഴ്സ് ആയിട്ടുള്ള ബാക്കി 10 പേര്, അത് അവരുടെയും വേണം, അതായത് 2 വർഷ കാലാവധിക്ക് തിരഞ്ഞെടുക്കുന്ന 10 പേരുടെ വോട്ടുമാണ് അതിൻ്റെ അകത്ത് നമ്മൾ നിലവിൽ പറയുന്നത്. സ്ഥിരാംഗങ്ങൾ അറിയപ്പെടുന്നതാണ് പെർമനന്റ് 5 അല്ലെങ്കിൽ P5 എന്നറിയപ്പെടുന്നത്. ഓക്കെ, അഥവാ B5, ബിഗ് 5 എന്നും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ P5 ഓൾസോ നോൺ ആസ് B5. ഓക്കെ, 2 വർഷം മാത്രം കാലാവധിയുള്ള സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പൊതുസഭയാണ്. 2011 ശേഷം UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായി എതിരില്ലാതെ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2021 വീണ്ടും ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് 8ാം തവണയാണ് ഇന്ത്യ വീണ്ടും രക്ഷാസമിതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യമാണ് ജപ്പാൻ. 11 പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ പറയുന്ന ജപ്പാൻ എന്ന് പറയുന്നത്. അതേപോലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്താണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക സാമൂഹിക
സമിതി എന്ന് പറയുന്നത് UN-ന്റെ പ്രത്യേക ഏജൻസികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സാമ്പത്തിക സാമൂഹ്യ സമിതി എന്ന് പറയുന്നത്. സമിതിയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 54 അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. UN-ന്റെ രാഷ്ട്രീയേതര സംഘടന എന്നറിയപ്പെടുന്നതാണ് ഈ പറയുന്ന സാമ്പത്തിക സാമൂഹിക സമിതി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത്രയെങ്കിലും എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഏത്, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ദൈനംദിന ഭരണം നടത്തുന്ന ഘടകം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്രട്ടേറിയറ്റ് എന്ന് വിളിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ ഭരണത്തലവനാണ് സെക്രട്ടറി ജനറൽ. ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. അതേപോലെ തന്നെ എന്താണ്, UN സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിഗ്വേലിയാണ്. നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലിയാണ് ആദ്യമായിട്ട് അംഗമായത്. ഈ പറയുന്ന UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് ലൂയിസ് ഫെക്കറ്റ് എന്ന് പറയുന്നത്. സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതി ചിലപ്പോൾ ചോദിക്കാം, അതാണ് സട്ടൺ പ്ലേസ്. ഓക്കെ, സട്ടൺ പ്ലേസ് താഴെ പറയുന്നവയിൽ ആരുടെയാണ് വസതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സട്ടൺ പ്ലേസ് ആരുടെ വസതിയാ, അതായത് UN സെക്രട്ടറി ജനറലിന്റെ ഔദ്യോഗിക വസതിക്ക് നമ്മൾ പറയുന്ന പേരാണ് സട്ടൺ പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ UNOയുടെ പ്രവർത്തനരഹിതമായ ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ നിലവിൽ. പൂർണ്ണമായും സ്വയംഭരണാവകാശം നേടിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. UN-ന്റെ കീഴിലുള്ള 11 ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണ നടത്തിപ്പിനായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രൂപീകരിച്ചത്. ട്രസ്റ്റ് പ്രദേശങ്ങൾ സ്വാതന്ത്ര്യമായതോടെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ സമ്മേളനം നടന്നത് 2 വർഷത്തിലൊരിക്കലായിരുന്നു. അതേപോലെ ഒരു ഭൂരിപക്ഷ തീരുമാനമുണ്ടാകുന്നത് വരെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ സമ്മേളനം നിർത്തലാക്കിക്കൊണ്ട് പ്രമേയം പാസാക്കിയത് 1994 മെയ് 25-നാണ്. UN-ന്റെ അവസാന ട്രസ്റ്റ് ടെറിട്ടറി ആയിരുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് പലാവു ആണ്. അവസാനം സ്വാതന്ത്ര്യം നേടിയ ട്രസ്റ്റിഷിപ്പ് രാജ്യം പലാവു സ്വാതന്ത്ര്യമായതോടുകൂടിയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്തത്, പ്രവർത്തന രഹിതമായത്. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെയാണ് ഏതെന്ന് പറയുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ചത് 1945-ലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ആണ് ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. ന്യൂയോർക്കിന് പുറത്ത് ആസ്ഥാനമുള്ള ഏക UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 15 പേരാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ പരമാവധി കാലാവധി 9 വർഷമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷയാണ്, ചോദിച്ച ചോദ്യമാണ്, ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഇംഗ്ലീഷും അതേപോലെ തന്നെ ഫ്രഞ്ചും. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജസ്റ്റിസ് BN റാവു. 1952 മുതൽ 1953 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ജസ്റ്റിസ് BN റാവു ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിര അംഗമായി മാറിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് UN-ന്റെ എന്താണ് നമ്മൾ 6 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. വളരെ വ്യക്തമായി എന്ന് തോന്നുന്നു. നമുക്ക് നേരെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ, ഇന്ത്യക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത്, ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. നമുക്കറിയാം ഇത് ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്, 1945 ഒക്ടോബർ 30. ഇന്ത്യക്ക് വേണ്ടി 1945 എന്ത് നിലവിൽ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ സർ രാമസ്വാമി മുതലിയാറാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി 1945 എന്തിനു വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ച ആരാന്ന് ചോദിച്ചാൽ സർ രാമസ്വാമി മുതലിയാറാണ് ഒപ്പുവെച്ചത്. ഓക്കെ, നമുക്കറിയാം UN അണ്ടർ സെക്രട്ടറിമാരായിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂര്. UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂരാണ്. അതേപോലെ തന്നെ എന്താണ് UN പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് നമ്മൾ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ് PSC ചോദിച്ചേണ്ടത്, ആരാണ്, മാതാ അമൃതാനന്ദമയ്യാണ്. ആദ്യമായിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ്. പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ചത്
മഹീന്ദ്ര രജപക്സെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് നമ്മുടെ VK കൃഷ്ണ മേനോൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ PSC എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു പോവാറുണ്ട്. അത് എല്ലാവരും ശരിയാക്കാവുന്ന ഒരു ചോദ്യവുമാണ് ഇതെല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. അടുത്തത് UN സെക്രട്ടറി ജനറൽ ആണ്. PSC ഇതിന്റെ അകത്തുനിന്ന് ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എന്താണ് UN സെക്രട്ടറി ജനറൽമാര് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അയാളുടെ പേരാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. അപ്പൊ അന്റോണിയോ ഗുട്ടറസ്. മൊത്തം നമുക്ക് 9 പേരാണ് നിലവിലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് UN സെക്രട്ടറി ജനറൽമാർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ ട്രിഗ്വേലിയാണ്, നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലി. രണ്ടാമത്തെയാണ് ഡാഗ് ഹാമർഷോൾഡ് ആണ് രണ്ടാമത്തെ. ഓക്കെ, ഈ ട്രിഗ്വേലി എന്ന് പറയുന്നത് നോർവേക്കാരനാണ്. ട്രിഗ്വേലി ഏത് വർഷമായിരുന്നു ചോദിച്ചാൽ 1946 മുതൽ 1952 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, 1946 മുതൽ 1952 വരെയും നോർവേക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്, ഈ പറയുന്ന ട്രിഗ്വേലി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡാഗ് ഹാമർഷോൾഡ് എന്ന് പറയുന്ന വ്യക്തി. ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനാണ് ഈ പറയുന്ന വ്യക്തി. സ്വീഡനാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ ഡാഗ് ഹാമർഷോൾഡിന്റെ കാലഘട്ടം 1953 മുതൽ 1961 വരെയാണ് ഡാഗ് ഹാമർഷോൾഡ് സ്വീഡൻകാരനായിട്ടുള്ള. അടുത്തതാണ് യൂത്താണ്ട് ആണ് മൂന്നാമത്തെ വ്യക്തി. യൂത്താണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടവും അതേപോലെ അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു, അദ്ദേഹം മ്യാൻമാറുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന യൂത്താണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂത്താണ്ട് ഏത് രാജ്യക്കാരനായിരുന്നു, മ്യാൻമാറുകാരനായിരുന്നു കേട്ടോ, മ്യാൻമാർ. ഓക്കെ, മ്യാൻമാറുകാരനായിരുന്നു ആര്, യൂത്താണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1961 മുതൽ 1971 വരെയാണ് യൂത്താണ്ട്. ഓക്കെ, അടുത്തതാണ് കുർട്ട് വാൾഡ് ഹൈം എന്ന് പറയുന്നത് ഓസ്ട്രിയക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. കുർട്ട് വാൾഡ് ഹൈം എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കാരനാണ്. അടുത്തത് ജാവിയർ പെരേസ്കോയർ എന്ന് പറയുന്നത്. പെറുക്കാരനാണ്. 82 മുതൽ 91 വരെയാണ് ജാവിയർ പെരേസ്കോയറിന്റെ. അടുത്തത് ബൂട്രോസ് കാലി. ഓക്കെ, ബൂട്രോസ് കാലി എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനായിരുന്നു, അദ്ദേഹം ഈജിപ്തുകാരനാണ് കേട്ടോ. ഇത് PSC ചോദിച്ചേക്കണെയാണ്. ഈജിപ്തുകാരനായിട്ടുള്ള ബൂട്രോസ് കാലി, ഈജിപ്റ്റ് ആണ് കേട്ടോ, EGYPT. ഓക്കെ, ഈജിപ്തുകാരനാണ് ബൂട്രോസ് കാലി എന്ന് പറയുന്നത്. 92 to 96 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 92 to 96. അടുത്ത കോഫി അന്നൻ ഖാനക്കാരനാണ്. 1997 to 2006. ഇനി ബാൻകിമൂൺ നമുക്കറിയാം ഏത് രാജ്യക്കാരനാ, സൗത്ത് കൊറിയ ആണ് ഈ പറയുന്ന ആരെന്ന് പറയുന്നത്. സൗത്ത് കൊറിയക്കാരനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ബാൻകിമൂൺ എന്ന് പറയുന്നത്. 2007 to 2016. ഇനി അടുത്തതാണ് ആന്റോണിയോ ഗുട്ടറസ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആരെക്കുറിച്ച്, അന്റോണിയോ ഗുട്ടറസ് എന്നറിയുന്ന ആളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന ആള് നിലവിൽ വന്ന ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ്, അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ വ്യക്തിയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന്റെ എന്തായി, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആവുന്ന എത്രാമത്തെ വ്യക്തിയാ മക്കളെ, 9ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. ആന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനാണ്, പോർട്ടുഗീസുകാരൻ. 9ാമത്തെ വ്യക്തിയാണ്. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്. അതേപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്തായി, UN സെക്രട്ടറി ജനറൽ ആയി. ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. ലാസ്റ്റ് വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് UN അന്താരാഷ്ട്ര വർഷങ്ങൾ PSCക്ക് എന്നും എന്താണ് ഭ്രാന്ത് പിടിച്ചൊരു ടോപ്പിക്കാണ് UN അന്താരാഷ്ട്ര വർഷങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുണ്ട് UN അന്താരാഷ്ട്ര വർഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് നമുക്ക് കിട്ടും. 1959 മുതൽ 60 മുതലാണ് 1959-60 മുതലാണ് അന്താരാഷ്ട്ര വർഷങ്ങൾ UN ആചരിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ 1959, 60 എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അന്താരാഷ്ട്ര അഭയാർത്ഥി വർഷം. അതാണ് ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് 1959 ടു 1960 എന്ന് പറയുന്നത്. പക്ഷേ അവിടെ മുതൽ 1959 മുതൽ നമുക്ക് ഇന്ന് 2026 വരെയും UN അന്താരാഷ്ട്ര വർഷങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ഒന്നും അല്ല. നമുക്കൊരു പണി ചെയ്യാം, 2020 മുതൽ 2026 വരെ ഉള്ളത് നമുക്ക് പഠിക്കാം. അതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ. കാരണം ഇനി റീസെന്റ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കത്തുള്ളൂ. ആദ്യത്തെ എന്തായാലും നമുക്ക് പഠിക്കാം 1959 ടു 1960 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര അഭയാർത്ഥി വർഷം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2020 മുതൽ പഠിക്കാം. ഇനി ആർക്കെങ്കിലും 1959 മുതൽ 2026 വരെ മൊത്തം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അവർക്ക് മൊത്തമായിട്ട് അയച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 1-ലും 2-ലും ഈ മണിക്കൂറുകൾ തീരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തെ. പക്ഷെ ഇനി വരുന്ന ഒരു സെക്രട്ടേറിയറ്റിന്റെ നമ്മളൊരു ബാച്ച് പുതിയത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബേസ് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഏകദേശം 1.5-2 മണിക്കൂർ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്ത് എല്ലാത്തിൻ്റെയും ബേസ് ഉൾപ്പെടെ പഠിച്ചായിരിക്കും നമ്മൾ പോണത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ പോട്ടെ. 2020 UN എന്തായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം. ഓക്കെ, ഒന്ന് അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം, അന്താരാഷ്ട്ര നേഴ്സസ് ആൻഡ് പ്രസവ ശുശ്രൂഷ വർഷം എന്ന് പറയുന്നത് 2020 ആണ്. 2021 അന്താരാഷ്ട്ര സമാധാന പ്രത്യാശ വർഷം, അന്താരാഷ്ട്ര പഴം പച്ചക്കറി വർഷം, അന്താരാഷ്ട്ര സർഗാത്മക സാമ്പത്തിക സുസ്ഥിര വികസന വർഷം, അന്താരാഷ്ട്ര ബാലവേല നിർമ്മാർജ്ജന വർഷം. അപ്പൊ ഇത്രയും വർഷങ്ങളാണ് മൊത്തമായിട്ട് 2021 UN ആചരിച്ചത്. അപ്പോ 2022 ആണെങ്കിലോ അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യ ബന്ധന ജലകൃഷി വർഷം, അതേപോലെ തന്നെ എന്താണ് ഗ്ലാസ് വർഷം. ഓക്കെ, അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യബന്ധന ജലകൃഷി വർഷം, ഗ്ലാസ് വർഷം. 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആഘോഷിക്കുന്നു. 2024 അന്താരാഷ്ട്ര കാമിലറ്റ് വർഷം. 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമാണ്. 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം. ഇനി 2026 എന്താന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര പാസ്റ്ററലിസ്റ്റുകൾ വർഷം. ഓക്കെ, അന്താരാഷ്ട്ര പാസ്റ്ററലിസ്റ്റുകൾ വർഷം, പാസ്റ്ററലൈസ്ഡ് വർഷം എന്നാണ് ആചരിക്കുന്നത്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര റേഞ്ച് ലാൻഡ്സ് വർഷം എന്നറിയപ്പെടുന്നതും 2026 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 2020 മുതൽ 2026 വരെയെങ്കിലും മക്കളെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞു 1959 ടു 60 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അഭയാർത്ഥി വർഷമാണ് ഒന്നാമത്തെ. കാരണം 1959, 60 മുതലാണ് അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് UN ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ 2020 മുതൽ 2026 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓടിച്ചൊന്ന് പറയാം. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, അന്താരാഷ്ട്ര നേഴ്സസ് ആൻഡ് പ്രസവ ശുശ്രൂഷ വർഷം, അതാണ് 2020. 2021 ആണെങ്കിൽ അന്താരാഷ്ട്ര സമാധാന പ്രത്യാശ വർഷം, അന്താരാഷ്ട്ര പഴം പച്ചക്കറി വർഷം, അന്താരാഷ്ട്ര സർഗാത്മക സാമ്പത്തിക സുസ്ഥിര വികസന വർഷം, അന്താരാഷ്ട്ര ബാലവേല നിർമ്മാർജ്ജന വർഷം. 2022 അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യ ബന്ധന ജലകൃഷി വർഷം, ഗ്ലാസ് വർഷം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം, അതേപോലെ തന്നെ അന്താരാഷ്ട്ര കാമിലറ്റ് വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര പാസ്റ്ററലിസ്റ്റുകൾ അല്ലെങ്കിൽ വർഷം, അതേപോലെ തന്നെ അന്താരാഷ്ട്ര റേഞ്ച് ലാൻഡ് വർഷമായിട്ട് ആചരിക്കുന്നു 2026. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി തവണ PSC ചോദിക്കാറുള്ളതാണ് ഈ അന്താരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികളായിട്ടുള്ള. നമുക്കറിയാം അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ, അന്താരാഷ്ട്ര തപാൽ സമിതി, അതേപോലെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, അതേപോലെ എന്താണ് ഭക്ഷ്യ കാർഷിക സംഘടന. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്നും PSC ചോദിക്കാറുണ്ട്, നമ്മൾ എഴുതാറുണ്ട്, പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോ അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ
എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര വാർത്താ വിനിമയ യൂണിയൻ എന്ന് പറയുന്നത്. ആദ്യകാല നാമം എന്ന് പറയുന്നത് ഇതിന്റെ എന്തായിരുന്നു? ആദ്യകാല നാമം ഇന്റർനാഷണൽ ടെലഗ്രാഫ് യൂണിയൻ എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് എന്തായിട്ട് മാറി? അന്താരാഷ്ട്ര വാർത്താ വിനിമയ യൂണിയൻ ആയിട്ടാണ് പിന്നീട് മാറുന്നത്. ഓക്കെ, അത് സ്ഥാപിതമായത് നമുക്കറിയാം 1865 മെയ് 17. ഓക്കെ, ITU ഇന്റർനാഷണൽ എന്താണ് വാർത്താവിനിമയ യൂണിയൻ, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആസ്ഥാനം എവിടെയാ മക്കളെ? ജനീവയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓർത്തു വയ്ക്കുക. എന്താണ്? എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര വാർത്താ വിനിമയ യൂണിയൻ എന്ന് പറയുന്നത്. ആദ്യകാല നാമം എന്തായിരുന്നു? ടെലഗ്രാഫ് യൂണിയൻ എന്നായിരുന്നു. ഇന്റർനാഷണൽ ടെലഗ്രാഫ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അത് എന്നാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ 1865 ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ UN-ന്റെ പ്രത്യേക ഏജൻസിയായി മാറിയത് 1947. അതേപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ടെലഗ്രാഫ് യൂണിയൻ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ആയി മാറിയത് 1932. ITU-ന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് എപ്പോഴും BSc ചോദിക്കാറുള്ളത്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് BScക്ക് ഇഷ്ടമാണ്. അത് ജനീവയാണ്. ജനീവയിലാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, ജനീവ. ഇനി അന്താരാഷ്ട്ര തപാൽ സമിതി. അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്നത് 1874 ഒക്ടോബർ 9 നിലവിൽ വന്നത്. ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് മക്കളെ, ഓർത്തു വെച്ചോ. ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വന്ന 1874 ഒക്ടോബർ 9. ഓക്കെ, അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയത് 1948. നിലവിലെ ഇതിന്റെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 192 പേരാണ് ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുള്ളത്. അതായത് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആദ്യകാല നാമം അറിയപ്പെടുന്നത് ജനറൽ പോസ്റ്റൽ യൂണിയൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ആണ് ഔദ്യോഗിക ഭാഷ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബേൺ എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ബേൺ സ്വിറ്റ്സർലൻഡിലാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ആസ്ഥാനം എന്ന് പറയുന്നത്. നിലവിലെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് മാഷിക്കോ മെറ്റ്കോയി ആണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കും, നിങ്ങൾ നോക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഏറ്റവും അവസാനം നമ്മൾ എന്താണ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? പോവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അന്താരാഷ്ട്ര തപാൽ സമിതി ആസ്ഥാനം ആദ്യം തന്നെ ഓർക്കുക, ബേൺ ആണ്, സ്വിറ്റ്സർലൻഡ് ആണ്. ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് ചോദിച്ച മക്കളെ ഏതാണ്? ഫ്രഞ്ച് ആണ്. നിലവിലെ അംഗസംഖ്യ 192. എന്നാണ് ഈ ഒരു സംഘടന നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1874 ഒക്ടോബർ 9. ഒക്ടോബർ 9 എന്തായിട്ട്? ലോക തപാൽ ദിനമായി ആചരിക്കാൻ തുടങ്ങി. അടുത്താണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. നമുക്കറിയാം, തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, അതേപോലെ തന്നെ നയങ്ങൾ വികസിപ്പിക്കുക, അതേപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയൊക്കെയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിലവില് 1919 ഈ പറയുന്ന അന്താരാഷ്ട്ര തൊഴിൽ സംഘടന രൂപീകൃതമാകുന്നത്. അതിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ. നിലവിൽ വന്നത് 1919. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ? നയങ്ങൾ വികസിപ്പിക്കുക. അതായത് എന്തിന്? തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, നയങ്ങൾ വികസിപ്പിക്കുക, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്യുക? മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയൊക്കെയാണ് എന്തിന്റെ? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. ഇനി ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിന് നൊബേൽ സമ്മാനമൊക്കെ ലഭിച്ച 1969 കേട്ടോ. ചോദിക്കാറില്ല, അന്നൊക്കെ ചോദിച്ചായിരുന്നു. അതേപോലെ ആപ്തവാക്യം എന്ന് പറയുന്ന ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ് എന്നതാണ് നമ്മുടെ ILO-യുടെ നിലവിലത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അടുത്ത ഭക്ഷ്യ കാർഷിക സംഘടന. നമുക്കറിയാം FAO എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അത് നിലവിൽ വന്നത് 1945
ഒക്ടോബർ 16 ഭക്ഷ്യകാർഷിക എന്താണ് സംഘടന എന്ന് പറയുന്നത് നിലവിൽ വരുന്നത്. പട്ടിണിയെ തോൽപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോ ഇതിന്റെ ആസ്ഥാനം FAOയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാ? അത് റോമിലാണ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, റോമിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ FAO എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. പട്ടിണിയെ തോൽപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസി ആയിട്ടാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വരുന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക, അതേപോലെ സജീവവും ആരോഗ്യപരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണം ആളുകൾക്ക് പതിവായി ലഭ്യമാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ലക്ഷ്യത്തോടു കൂടിയുമാണ് ഈ ഒരു സംഘടന നിലവിൽ വന്നത്. ഓക്കെ, അന്താരാഷ്ട്ര കാർഷിക വികസന നിധി എന്ന് പറയുന്നത് 1977 വന്ന മറ്റൊരു സംഭവമാണ്. അതേപോലെ തന്നെ FAOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ക്യു ഡോങ്കു എന്ന് പറയുന്ന ആളാണ്. സംഘടനയുടെ ആപ്തവാക്യം സെറ്റ് ദെയർ ബി ബ്രെഡ്. ഓക്കെ, സെറ്റ് ദെയർ ബ്രീ ബ്രെഡ്. അപ്പോൾ ലോക തപാൽ ദിനം എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 9. ഓക്കെ, ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം അത് മൊണോക്കോ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇനി ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന 45 നവംബർ 26 അതായത് യുനെസ്കോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ രൂപീകൃതമായത്. യുനെസ്കോ എന്ന് പറയുന്നത് രൂപീകൃതമായത് 45 നവംബർ 16. 2015-16 ലോക പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള നിരക്ക് 10 രൂപയിൽ നിന്ന് 30 രൂപയാക്കി ഉയർത്തി. മറ്റ് സംരക്ഷിത കേന്ദ്രങ്ങൾ 5 രൂപയിൽ നിന്നും 15 രൂപയാക്കി മാറ്റി. സാധാരണക്കാർക്കിടയിൽ ശാസ്ത്ര പ്രചാരം നടത്തുന്നതിനും അസാധാരണമായ സാമർഥ്യം പ്രകടിപ്പിക്കുന്നതിനുമായി യുനെസ്കോ നൽകുന്ന അവാർഡുകളാണ് കലിംഗ പുരസ്കാരം. നമുക്കറിയാം കലിംഗ പുരസ്കാരം എപ്പോഴും നമ്മൾ പറയാറുമുണ്ട്. ഓക്കെ, ഇനി യുനെസ്കോയുടെ നിലവിൽ അംഗസംഖ്യ 193 അംഗങ്ങളും 11 അസോസിയേറ്റ് അംഗങ്ങളുമാണ്. യുനെസ്കോയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എവിടെയാണ്? പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാരീസിലാണ്. രൂപീകൃതമായതോ 45 നവംബർ 16. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് യുനെസ്കോ എന്ന് പറയുന്നത്. അപ്പൊ ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്? 1952 ഇനി 2021 ഇൻസേബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ഇടം നേടിയത്. കൾച്ചറൽ സൈറ്റുകളിൽ അടുത്തതായി ഇടം നേടിയ ഇന്ത്യൻ പ്രദേശം ധോളവീര, ഗുജറാത്താണ്. കാകതീയ രുദ്രക്ഷേത്രമാണ് തെലങ്കാന. ഓക്കെ, ഈ ഒരു സമയത്ത് എന്ത് ചെയ്തത്? നിലവിൽ പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം 2015 യുനെസ്കോ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിനാണ് യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. വടക്കുംനാഥ ക്ഷേത്രത്തിനാണ്. അതേപോലെ തന്നെ എന്താണ് 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിലെ ലിഖിത രൂപം എന്ന് പറയുന്നത്. ഋഗ്വേദത്തിലെ ലിഖിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഓർത്തു വെച്ച്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ എന്ന് പറയുന്നത് ജഗജിത്ത് സിംഗ് ആണ്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്, ഫ്രാൻസുകാരനായിട്ടുള്ള ആളാണ്. കലിംഗ പുരസ്കാരത്തിന് മുൻകൈ എടുത്ത ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ബിജു പട്നായിക്. കലിംഗ പുരസ്കാരത്തിന് ധനസഹായം നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനം കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആണ്. നടങ്ങി തുടങ്ങിയത് കലിംഗ പുരസ്കാരം 1952. നമ്മൾ അന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോഡില് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചാണ്, കലി കയറി SSLC എഴുതിയ എല്ലാവർക്കും 52 മാർക്ക്. അങ്ങനെയൊക്കെ നമ്മൾ കോഡ് ഉണ്ടാക്കി എന്ത് ചെയ്താണ് പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓർത്തിരിക്കാനായിട്ട് പറ്റും എന്ന് തന്നെ കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന 2016 യുനെസ്കോയുടെ
എന്താണ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയതാണ് നമ്മുടെ യോഗ എന്ന് പറയുന്നത്. അതുപോലെ കാഞ്ചൻജംഗ ദേശീയോദ്യാനം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റ് ഒക്കെയാണ്. അപ്പോൾ അത്രയൊക്കെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നോക്കി പോവുക. ഇനിയും നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ കൂടെ ആഡ് ചെയ്ത് ചേർക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലേക്കൊന്നും പോകണ്ട. യുനെസ്കോ ഇത്രയും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, ഇത്രയെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം എന്തും പഠനം എന്ന് പറയുന്നത് എത്രത്തോളം പഠിച്ചാലും നമുക്ക് എന്തില്ല, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്രത്തോളം അറിവുകൾ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പഠിച്ച് 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 പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ റിവിഷൻസും പക്ക സെറ്റ് ചെയ്യുക. ഓക്കെ, അന്താരാഷ്ട്ര നാണയനിധി സ്ഥാപിതമായത് 1945 ഡിസംബർ എന്നാണ്, ഡിസംബർ 27 അന്താരാഷ്ട്ര നാണയനിധി സ്ഥാപിതമായത്. 45 ഡിസംബർ 27. IMF-ന്റെ പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിൽ 1947 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ സ്ഥാപിതമായത് 45 ഡിസംബർ 27 പ്രവർത്തനം ആരംഭിച്ചത് 1947 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചത്. അംഗസംഖ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ 190 പേരാണ് അംഗസംഖ്യ. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC ആണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതായത് IMF-ന്റെ അംഗസംഖ്യ 190, ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. IMF-ന്റെ വിനിമയ കറൻസിയാണ് ADR എന്ന് പറയുന്നത്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്. അതേപോലെ തന്നെ IMF നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലീന ജോർജീവയാണ്. IMF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ലോൺ കൈപ്പറ്റിയ രാജ്യമാണ് അർജന്റീന എന്ന് പറയുന്നത്. നിലവിലെ IMF-ന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് പയറി ഒലിവർ ജോറാഹിസ് എന്ന് പറയുന്നത്. അത് പലരും പല പേരിലാണ് വരുന്നത്. IMF-ൽ അംഗമായ 190-ാമത്തെ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അൻഡോറയാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോ. അപ്പോൾ IMF-ൽ അംഗമായ 190-ാമത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് അൻഡോറയാണ്. ഓക്കെ, ഇനി ലോകബാങ്ക്, വേൾഡ് ബാങ്ക് നമുക്കറിയാം. ലോകബാങ്ക് രൂപം കൊണ്ടത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1944 വേൾഡ് ബാങ്ക് രൂപീകൃതമായത്. 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ ബാങ്കിന്റെ ആദ്യ അംഗങ്ങളാകാൻ യോഗം ചേർന്നത് വഴി ആർട്ടിക്കിളുകൾ അംഗീകരിക്കുകയും ബാങ്ക് ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്ത തീയതി എന്നാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ 1945 ഡിസംബർ 27 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വാഷിംഗ്ടൺ DC-യിൽ ബാങ്കിന്റെ ആദ്യ അംഗങ്ങളാകാൻ വേണ്ടി യോഗം ചേർന്നതായി ആർട്ടിക്കിളുകൾ അംഗീകരിക്കുകയും ബാങ്ക് ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്ത തീയതിയാണ് 45 ഡിസംബർ 27. ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകബാങ്ക് എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 46 ജൂൺ 25. ആസ്ഥാനം എവിടെയാ? വാഷിംഗ്ടൺ DC. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇനി ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നതാണ് ലോകബാങ്കും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയും. ഒരു കാലത്ത് LDC LGS തുടങ്ങിയ എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അതാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയും. ലോകബാങ്ക് പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യുന്നത് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ്. ലോകബാങ്കിന്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി, അതായത് വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി എന്നതാണ് മുദ്രാവാക്യം. ലോകബാങ്കിൽ നിന്നും വായ്പ എടുത്ത ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് യൂജീൻ മേയർ ആണ് ലോകബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ്. ലോകബാങ്കിലെ നിലവിലെ പ്രസിഡന്റ് ആണ് അജയ് ബംഗ. ഇന്ത്യൻ വംശജനായിട്ടുള്ള ആളാണ് അജയ് ബംഗ. ഓർത്തു വെച്ചോ, ചിലപ്പോൾ കയറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് മേക്കിംഗ് ഓർഡർ അവിടെ കിട്ടും. ലോകബാങ്ക് പ്രധാനമായും 5 ഏജൻസികൾ ചേർന്നാണ്. അതായത് ഏതൊക്കെയാണ്? IBRDയും അതേപോലെ തന്നെ IDAയും IFCയും അതേപോലെ എന്താണ് ഈ പറയുന്ന ISCIDയും ചേർന്നതാണ് ഈ പറയുന്ന 5 എന്താണ് ഓർഗനൈസേഷന്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു എന്താണ് ഒരു മിശ്രിതമാണ് ഈ പറയുന്ന നമ്മുടെ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ലോകബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗം അറിയപ്പെടുന്നതാണ് ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി, MIGA എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മൾട്ടിലിറ്റേറിയൽ ഇൻവെസ്റ്റ്മെന്റൽ ഗ്യാരണ്ടി ഏജൻസിയാണ്. ഓക്കെ,
ഇനി എന്താണ് ലോകബാങ്കിന്റെ MD-യും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായി നിയമിതനായ ഇന്ത്യൻ വനിതയാണ് അൻഷുള്ള കാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വച്ചോ, ഒരു മാർക്കാണ് അവിടെ വീഴുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്ര ശിശു ക്ഷേമ സമിതി എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ശിശുക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസിയാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യൂണിസെഫ് രൂപീകൃതമായത് 46 ഡിസംബർ 11 യൂണിസെഫിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂയോർക്ക് നമ്മൾ പറഞ്ഞു. യൂണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 36. ഓക്കെ, അതായത് ഐക്യരാഷ്ട്ര ശിശു ക്ഷേമ സമിതി യൂണിസെഫ്, യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് എന്നതാണ് യൂണിസെഫിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എന്താണ്? യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. രൂപീകൃതമായതെന്ന 46 ഡിസംബർ 11. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. യൂണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗസംഖ്യ നമ്മൾ പറഞ്ഞു 36. ഇനി യൂണിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1965 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് യൂണിസെഫിന് ലഭിച്ചു. യൂണിസെഫിന്റെ ആകെ അംഗസംഖ്യ 190. യൂണിസെഫിന്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കാതറിൻ റൂസൽ. യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായ ആദ്യ അഭയാർത്ഥിയാണ് മുസൻ അൽ മീൽഹാൻ എന്ന് പറയുന്ന സിറിയക്കാരൻ. യൂണിസെഫിന്റെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ യങ് പീപ്പിൾ പദവിയിൽ നിയമിതയായ ഇന്ത്യക്കാരനാണ് രവി വെങ്കടേശ്വരൻ. ഓക്കെ, ഇനി എന്താണ്? യൂണിസെഫ് ഇന്ത്യയുടെ യൂത്ത് അംബാസിഡറായ കായിക താരം ഏതാന്ന് ചോദിച്ചാൽ അത് ഹിമാദാസ് ആണ്. 2018 ഹിമാദാസിനെ അങ്ങനെ എന്ത് ചെയ്തത്? യൂണിസെഫിന്റെ യൂത്ത് അംബാസിഡർ ആയിട്ട് നിയമിച്ചത്. ഓക്കെ, ഇനി അടുത്തതാണ് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. രൂപീകൃതമായത് 1946 ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1946. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതെന്നാ ചോദിച്ചാൽ 1948 ഡിസംബർ 10 പാരീസിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് നമുക്കറിയാം 1950. 1950. ഓക്കെ, അത് ഡിസംബർ 10. ഡിസംബർ 10. ഓക്കെ, ഡിസംബർ 10. ഇനി അന്താരാഷ്ട്ര വ്യോമയാന സംഘടന അന്താരാഷ്ട്ര നിലവിൽ വന്നത് 1900. അപ്പോൾ അത്രയും കാര്യങ്ങളെങ്കിലും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. കാരണം UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് വേണമെങ്കിൽ ഒരു പോയിന്റ് ആണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ്. അതേപോലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എലനോർ റൂസ്വെൽറ്റ് ആണ്. എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതു പ്രമാണം എന്ന് മനുഷ്യാവകാശത്തെ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത് UN പൊതുസഭയുമാണ്. ഓക്കെ, ഇനി അടുത്തത് അന്താരാഷ്ട്ര വ്യോമയാന സംഘടന എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന ICAO ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. സംഘടന നിലവിൽ വന്നത് 1944 ഏപ്രിൽ 4. 44 ഏപ്രിൽ 4. ആസ്ഥാനം മോൺട്രിയൽ, കാനഡയാണ്. മോൺട്രിയൽ, കാനഡ. ICAOയുടെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 193 ഇതിന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ എവിടെയാ? മോൺട്രിയൽ, കാനഡ. ഓക്കെ, ഇനി ലോക ആരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നതാണ്. ലോകാരോഗ്യ സംഘടന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7 എന്ത് ചെയ്തത്? സ്ഥാപിതമായത്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ 7. ആസ്ഥാനം എവിടെയാ? ജനീവയാണ്. ഓക്കെ, ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത കൗർ എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത കൗർ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ ചോദിച്ചാൽ VN കൗൾ ആണ്. അതേപോലെ 194 രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ അംഗങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആദ്യ വനിതാ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ഗ്രോ ഹാർലൈം ബ്രണ്ട് ലാൻഡ് ആണ്. ഓക്കെ, WHO റീജിയണൽ കമ്മിറ്റി ഫോർത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ 2021 വേദി നേപ്പാളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട്? ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ട്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആസ്ഥാനം എവിടെയാണ്?
എന്നാണ് ചോദിക്കാറുള്ളൂ. WHO അതെവിടെയാണ്? ഈ പറയുന്ന ജനീവയാണ്. അതേപോലെ തന്നെ എന്താണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 7 എന്ത് ചെയ്യുക? ഓർത്തു വച്ചേക്കുക. അടുത്തത് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അന്താരാഷ്ട്ര മാരിടൈം സംഘടന അല്ലെങ്കിൽ IMO ഇമ്പോർട്ടന്റ് ആണ്. സ്ഥാപിതമായത് 1948 അന്താരാഷ്ട്ര മാരിടൈം സംഘടന നിലവിൽ എന്ത് ചെയ്തത്? സ്ഥാപിതമായത് IMO. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ആസ്ഥാനം എവിടെയാണ്? ലണ്ടനിലാണ്. നിലവിലെ അംഗസംഖ്യ 175. 2021 ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര മാരിടൈം സംഘടനയിലേക്ക് എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഇനി അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആദ്യ രൂപമാണ് ഇന്റർ ഗവൺമെന്റൽ മാരിടൈം കൺസൾട്ടീവ് ഓർഗനൈസേഷൻ, IMCO എന്ന് പറയുന്നത്. അത് 1982 അന്താരാഷ്ട്ര മാരിടൈം സംഘടന നിലവിലെ അംഗസംഖ്യ 175. അതിൻ്റെ 3 പേര് അസോസിയേറ്റ് മെമ്പേഴ്സും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതങ്ങ് ഓർത്തു വച്ചോ. അടുത്തത് അന്താരാഷ്ട്ര കാലാവസ്ഥ സംഘടന. ലോക കാലാവസ്ഥാ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയ വർഷം 1951 WMO വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആസ്ഥാനം എവിടെയാ? ജനീവയാണ്. WMOയുടെ മുൻഗാമിയാണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ IMO എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ പെടുന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് സൂചന നൽകുന്നതിനായി അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ നോഡൽ സെന്ററായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഓക്കെ, അടുത്തത് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ നിലവിൽ വന്നത് 1950 ഡിസംബർ 14. UNHCRന്റെ ആസ്ഥാനം ചോദിച്ചാൽ മക്കളെ എവിടെയാണ്? ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. ആഗോളതലത്തിൽ അഭയാർത്ഥികൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കാണുന്നതിന് വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് ഈ പറയുന്ന ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. സമാധാന നോബൽ സമ്മാനം കിട്ടിയ വർഷം 1954 കിട്ടി. അതേപോലെ തന്നെ 1981 ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ എന്ത് ചെയ്ത്? നോബൽ സമ്മാനം കിട്ടി. അടുത്തത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രൂപീകൃതമായത് 1957. ഓക്കെ, ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ വിയന്നയാണ്. അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 176. മിക്കപ്പോഴും ഇങ്ങനെയുള്ള സംഘടനകൾ എവിടെയാണ് സ്ഥാപിതമായത് എന്നാണെന്നുള്ളതും ആസ്ഥാനം ചോദിച്ച് PSC അവിടെ വെച്ച് അവസാനിപ്പിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി രൂപീകൃതമായത് 1964. ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. അംഗസംഖ്യ 195. വ്യാപാരത്തിലൂടെ വികസിത രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ സംഘടനയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഐക്യരാഷ്ട്ര വികസന സംഘടന എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര വികസന സംഘടന 1965 രൂപീകൃതമായത്. മാനവ വികസന സൂചിക എന്ന ആശയത്തിന് രൂപം നൽകിയ വർഷം ഐക്യരാഷ്ട്ര വികസന സംഘടന 1990. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ലോക പരിസ്ഥിതി സംഘടന. 1972 ലോക പരിസ്ഥിതി 72 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? ലോക പരിസ്ഥിതി സംഘടന എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങിയത് ജൂൺ 5 അവസാനം എവിടെയാണ് സമ്മേളിച്ചത്? നൈറോബി. മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്സ്. ഓക്കെ, എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്സ് എന്നതാണ്. സ്ഥാപിതമായത് 1972 ഡിസംബർ 15. ഓക്കെ, അടുത്ത് അന്താരാഷ്ട്ര ടൂറിസം ഓർഗനൈസേഷൻ രൂപീകൃതമായ വർഷം 1975. ആസ്ഥാനം മാഡ്രിഡ്, സ്പെയിൻ ആണ്. ലോക ടൂറിസം ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 27. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെറുതെ വലിച്ചു വാരി നിങ്ങൾക്ക് കുറെ കണ്ടന്റ് തരുന്നില്ല. വേണ്ടത് മാത്രം പഠിച്ച് ജോലി കയറാം. അത്രയാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ,
ലോക വ്യാപാര സംഘടന, ലോക വ്യാപാര സംഘടനയാണ് അടുത്തത്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. അതായത് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നതാണ് ഗാട്ട് കരാർ, അല്ലെങ്കിൽ ഗാട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഒപ്പുവെച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒപ്പുവെച്ച വർഷം 1947 ഒക്ടോബർ 30 എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. ഓക്കെ. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 95 ജനുവരി 1. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജനീവയാണ്. ഓക്കെ. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരിയിൽ. നിലവിലെ അംഗരാജ്യങ്ങൾ 164. 164 അംഗം ഏതാന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിലാണ് 164 അംഗരാജ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് അഫ്ഗാനിസ്ഥാനാണ്. അടുത്തത് UN വിമൺ. ഓക്കെ. UN വിമൺ അതായത് വനിതകളുടെ ക്ഷേമത്തിനും അതേപോലെ സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് UN വിമൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വനിതകളുടെ ക്ഷേമത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയാണ് UN വിമൺ. UN വിമൺ സ്ഥാപിതമായ വർഷം 2010 ജൂലൈയിലാണ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് മെഷീൻ ബാഷ് ലൈറ്റ്. അടുത്ത UN അന്താരാഷ്ട്ര സംഘടനകളായിട്ടുള്ള കോമൺവെൽത്ത്, സാർക്ക്, ആസിയാൻ, അതേപോലെ തന്നെ ബ്രെക്സിറ്റ്, ഒപെക്, റെഡ് ക്രോസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഏഷ്യൻ വികസന ബാങ്ക്, ഇന്റർപോള്, G4, G7, G20, അപ്പെക്, ബ്രിക്സ്, നാറ്റോ, സീറ്റോ, സെന്റോ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ എന്തിൽ പഠിക്കാനുള്ള അടുത്തൊരു ഇതിലേക്ക്. അപ്പൊ അതിക്ക് മുന്നേ നമുക്കൊന്ന് ജോഗ്രഫി ഒന്ന് പഠിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും, ആകെ ഭ്രാന്ത് പിടിച്ചു പോകും. ഓക്കെ. അപ്പൊ ജോഗ്രഫിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അന്തരീക്ഷം. അപ്പോൾ അന്തരീക്ഷവും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ പാളികൾ എന്നും നമുക്ക് അത്രത്തോളം PSCക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള സംഭവമാണ് അന്തരീക്ഷം, അന്തരീക്ഷത്തിലെ പാളികളൊക്കെ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് ഓരോന്നും, അതായത് ഹോമോസ്ഫിയർ എന്താണ്, അതേപോലെ തന്നെ ഹെറ്ററോസ്ഫിയർ എന്താണ്, അതേപോലെ നമ്മുടെ എന്താണ് ട്രോപ്പോസ്ഫിയർ, അതേപോലെ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, അതൊക്കെ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. കാരണം അത്രത്തോളം ടഫായിട്ടുള്ള ഒരു എന്താണ് നമ്മുടെ സംഭവമാണ് ഈ പറയുന്ന UN അനുബന്ധ ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യാം, അതിലേക്ക് ഇരുന്ന് പഠിച്ചെങ്കിൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം കുറേ എന്താണ് ഡേറ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ രാജ്യങ്ങൾ, അതേപോലെ ആസ്ഥാനങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സിൻസിയർ ആയിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്കിത് പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഓക്കെ. അത്രത്തോളം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് പറയുന്നുണ്ട്. അതിനുശേഷം നേരെ ടെലഗ്രാമിൽ വന്ന സംഭവം സെറ്റാണ്. നമുക്കപ്പോൾ ജോഗ്രഫിയിലേക്ക് പോവാം. അന്തരീക്ഷം എന്താണ്? അന്തരീക്ഷം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് എന്ത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ താപനില നിലനിർത്തുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താ? ഈ അന്തരീക്ഷ. ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജനും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും. ബേസ് ആണ്ടോടാ ഇതൊക്കെ. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് എന്താണ്? ഊർജം സംഭരിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണത്തിന് എന്താണ്? സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ് ആഗീകരണം ചെയ്യുന്ന വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡും. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. എപ്പോഴും ചോദിക്കണയാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ് ചെടികൾ വലിച്ചെടുക്കുന്നത് കാർബൺ ഡയോക്സൈഡും പുറത്തേക്ക് വിടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. ഓക്കെ. ഇനി എന്താണ്
നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകമാണ് ഓക്സിജൻ. ഇനി ബാഷ്പീകരണ സമയത്ത് ബാഷ്പീകരണം ആണ് കേട്ടോ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്ന് മേഘരൂപീകരണം നടക്കുന്നതെന്നാണ് എന്തെന്ന് പറയുന്നത്? മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം എന്ത് ചെയ്യുന്നു? ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്ന് മേഘ രൂപീകരണം നടന്ന് എന്താകുന്നു? മഴയാകുന്നു. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വം എന്ന് പറയുന്നത്. ചേർത്ത് നിർത്തുന്നതാണ് ഭൂഗുരുത്വം എന്ന് പറയുന്നത്. ഭൂമിയോട് ചേർന്ന് അന്തരീക്ഷത്തിലെ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ജല തന്മാത്രകൾ എന്ന് പറയുന്നത്. ജലാംശത്തിന്റെ അളവ് കൂടുതലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണം സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നതാണ് എന്ത്? ഖനീക മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഖനീകരണ മർമ്മം എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്നതാണ് ഖനീകരണ മർമ്മം എന്ന്. അന്തരീക്ഷ ഘടന ലംബതലത്തിൽ അന്തരീക്ഷ പാളികൾ, അതേപോലെ തന്നെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ കുത്തനെയുള്ള രണ്ട് മേഖലകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. കുത്തനെയുള്ള രണ്ട് മേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ അന്തരീക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയിലെ താപനില നിലനിർത്തുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് അന്തരീക്ഷമാണ്. ഭൂമി ജീവഗ്രഹമായി നിലനിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജനും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്? ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത്, അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് നിലവില് എന്താണ് വലിച്ചെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ എന്താണ് പുറത്തേക്ക് വിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. ഇനി ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന മേഘരൂപീകരണം നടന്നാണ് എന്തുണ്ടാകുന്നത്? മഴയുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്ലാസ് പാർട്ട് 2 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഇത് മൊത്തമായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.